ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും പത്രമാറ്റിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ചന്തുമോളെ തനിച്ചാക്കിക്കൊണ്ട് അനഘ മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ്. അനഘ ഭരിക്കനാട്ടി മുന്നേ തന്നെ മുത്തശ്ശനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാണ്. എൻ്റെ കുഞ്ഞ് അനന്തപുരിയിലെ മുത്തശ്ശൻ്റെ കൊച്ചുമോൻ്റെ കുഞ്ഞാണെന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ ആകെ മൊത്തം ഷോക്കാവാണ്. പിന്നീടാണെങ്കിൽ നമ്മുടെ മുത്തശ്ശനും ആദർശം കൂടിയിട്ട് അനഘ മരിച്ച ആ ഒരു വിവരം അറിഞ്ഞിട്ട് അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ആ സമയത്ത് അവിടെ രണ്ട് ചെറുപ്പക്കാരുണ്ട്. അവരാണെങ്കിൽ ആദർശനെ വളരെ മോശമായിട്ട് പറയുകയാണ്. ഒരു കുഞ്ഞിനെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവളെ കൊന്നു കളഞ്ഞില്ലടാന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിൽ അവരെ തല്ലാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ മുത്തശ്ശൻ തടസ്സപ്പെടുത്തുകയാണ് കേട്ടോ. ആദർശ പ്രശ്നമൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട്. പിന്നീട് നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ കുഞ്ഞിനെ എടുത്തിട്ട് വരികയാണ്. കുഞ്ഞാണെങ്കിൽ ആദർശൻ്റെ കൈ പിടിച്ചിട്ട് അച്ഛ എന്നെയും കൂടി കൊണ്ടുപോകുക അച്ഛാന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ചങ്ക് തകർന്നു പോകും. ആ കുഞ്ഞിൻ്റെ ആ ഒരു നിലവിളി കേൾക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ കുട്ടീനെ എടുത്തിട്ട് അനന്തപുരിയിലേക്ക് വരികയാണ്. അനന്തപുരിയിൽ കുഞ്ഞിനെയും കൊണ്ട് വന്നതിന് ശേഷം നമ്മുടെ ദേവേനെയാണെങ്കിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. ജലജയാണെങ്കിൽ അബീനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ആദർശനാണെങ്കിൽ ദേവേനെ ചെവിക്കൽ നോക്കി അടിക്കുന്നുണ്ട്. ഇനി ആദർശം എല്ലാം പറഞ്ഞാണോ ഇത് എൻ്റെ കൊച്ചാണ്, ഇല്ലെങ്കിൽ ഈ അനന്തപുരിയിലെ കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ചിലപ്പോൾ ദേവേനിക്ക് സംശയം തോന്നിയിട്ടുണ്ടാവും. ഇനി അവിഹിതത്തിലും എല്ലാം ഉണ്ടായിണ്ടാവും. ഇനി ആദർശന് വേറെ വല്ല പെണ്ണായിട്ട് ബന്ധം ഉണ്ടാവും എന്നുള്ള രീതിയിൽ ദേവേനെ അടിച്ചതായിരിക്കും. നായനാണെങ്കിൽ ആകെ മൊത്തം മുഖം പാടിയിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും ആകെ മൊത്തം സീനാണ്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. വിലയേറിയ ഒരു ലൈക്ക് അടിക്കുക. പത്രമാറ്റ് സീരിയലിനെ ഒന്ന് ട്രെൻഡിങ്ങിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വിലയേറിയ ലൈക്ക് ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു പ്രൊമോ റിവ്യൂ ആയിട്ട് ഉടനെ വരാം.